ആയുധപുരകൾ നിറച്ച് പോർവിമാനങ്ങൾ തയ്യാറാക്കി സൈന്യത്തെ സജ്ജമാക്കി ഇസ്രയേൽ. സമാധാന കരാറിൽ ഒപ്പിട്ട് ഇറാനുമായി കൈകൊടുത്ത് പിരിയാനാണ് അമേരിക്കൻ നീക്കമെങ്കിൽ കയറി അടിക്കാൻ കോപ്പുകൂട്ടി ജൂതപ്പട. പൂർണ്ണ യുദ്ധത്തിന് തയ്യാറായി ഇസ്രയേൽ നിൽക്കുന്നത് ട്രംപിനെ വലയ്ക്കുന്നു. ആത്മാഭിമാനത്തിന് മുറിവേറ്റത് എവിടെയൊക്കെയാണോ അവിടം തിരിച്ചു പിടിക്കണമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പ്രഖ്യാപിച്ചത് ചിലതൊക്കെ കണക്കുകൂട്ടിയാണ്. അതിന്റെ ആദ്യ സൂചനകൾ പുറത്ത്. ജെറുസലേമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ അൽ-അഖ്സ പള്ളിയും ഡോം ഓഫ് ദി റോക്കും പിടിച്ചെടുക്കാൻ ഇസ്രയേൽ പദ്ധതി മെനയുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അൽ-അഖ്സയിലേക്ക് ജൂതപ്പട ഇരച്ചിറങ്ങാൻ പദ്ധതി മെനയുന്നു എന്നതോടെ വെറി പിടിച്ചു നിൽക്കുകയാണ് ഹമാസ്. ഇപ്പോൾ ടെഹ്റാനിൽ പരാതിയുമായി എത്തിയിട്ടുണ്ട് ഹമാസ് നേതാക്കൾ. ഇസ്രയേലിനെ പിടിച്ചുകെട്ടണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹമാസ്. അൽ-അഖ്സയിൽ കൈവച്ചാൽ ഇസ്രയേലിൽ ആക്രമണം നടത്തണമെന്ന് IRGCയോട് ഹമാസ് തലവന്മാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും കുരുതിക്കളമാകുന്നു എന്നുള്ള ആശങ്കയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. പള്ളി ലക്ഷ്യമാക്കി നീങ്ങുന്നതിന്റെ ലക്ഷണമാണിതെന്ന് ഹമാസ് ആരോപിക്കുന്നു. അൽ-അഖ്സ പിടിച്ചെടുക്കാൻ IDF നീക്കം നടത്തുന്നതായി ജോർദാനും ആരോപിക്കുന്നു. പ്രദേശത്ത് വലിയൊരു മതസംഘർഷത്തിന് ഇത് വഴിവെച്ചേക്കാം എന്ന കടുത്ത ആശങ്കയെ തുടർന്ന് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ അടിയന്തര യോഗം ജോർദാൻ വിളിച്ചു ചേർത്തു. അൽ-അഖ്സ കോമ്പൗണ്ടിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനാ സ്വാതന്ത്ര്യമുള്ളത് എന്ന വർഷങ്ങളായുള്ള കരാർ ലംഘിച്ച് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങളും മന്ത്രി ഇറ്റാമർ ബെൻഗ്വറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ തുടർച്ചയായി അതിക്രമിച്ചു കയറി പ്രാർത്ഥനകളും ആചാരങ്ങളും നടത്തുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സമീപകാലത്തായി ഈ മേഖലയിൽ കൂടുതൽ തീവ്ര യഹൂദ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക പോലീസ് യൂണിറ്റ് രൂപീകരിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നത് തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി ജോർദാൻ കാണുന്നു. ഇത് കേവലം പ്രാദേശിക തർക്കമല്ലെന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളെ ബാധിക്കുന്ന വലിയൊരു മതയുദ്ധത്തിലേക്ക് വഴിവെച്ചേക്കാമെന്നും ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി മുന്നറിയിപ്പ് നൽകി. വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീനികളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിലും ജോർദാന് ശക്തമായ ആശങ്കയുണ്ട്. നിലവിൽ ജോർദാനിലെ 1.15 കോടി വരുന്ന ജനസംഖ്യയിൽ പകുതിയിലധികവും പലസ്തീൻ അഭയാർത്ഥികളാണ്. ഇനിയും വൻതോതിൽ ജനങ്ങൾ നാടുവിട്ടെത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് ജോർദാൻ ഭയപ്പെടുന്നു. പലസ്തീനികളെ നിർബന്ധിതമായി നാടുകടത്താനുള്ള ഏതൊരു ശ്രമവും തങ്ങളുടെ അന്തിമ അതിർവരമ്പാണെന്നും അത് തടയാൻ ഏതറ്റം വരെയും പോകുമെന്നും ജോർദാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഈ രാഷ്ട്രീയ വിയോജിപ്പുകളുടെ പേരിൽ ജോർദാനിലേക്കുള്ള കുടിവെള്ള വിതരണം ഇസ്രയേൽ പകുതിയായി കുറച്ചതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ സങ്കീർണമാക്കി. പലസ്തീനിൽ നിന്ന് അഭയാർത്ഥി ഒഴുക്കുണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് ജോർദാൻ ഇപ്പോൾ അതിർത്തി അടച്ചിരിക്കുകയാണ്. ശക്തമായ നിരീക്ഷണവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ കടന്നുകയറ്റമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ രാജ്യത്തിനകത്തു നിന്നും വൻ പ്രതിഷേധമാണ് ഉയരുന്നതെന്നും ജോർദാൻ പറയുന്നു. പാർലമെന്റിൽ വലിയ പ്രാതിനിധ്യമുള്ള ഉമ്മ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇസ്രയേലിനെതിരെ കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അധിനിവേശം മുൻനിർത്തി ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിൽ കൊണ്ടുപോകുന്നതിനെതിരെ പ്രാദേശികമായി ശക്തമായ ജനവികാരമാണ് നിലനിൽക്കുന്നത്. തങ്ങളുടെ അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന ഈ പിരിമുറുക്കം ആഭ്യന്തര രാഷ്ട്രീയത്തെയും സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ജോർദാൻ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കുന്നത്. ഇതിനൊപ്പം തന്നെ രാജ്യത്തുള്ള US സൈനിക സാന്നിധ്യവും ജോർദാന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ US ഇറാൻ പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിൽ ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ രാജ്യത്തെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമോ എന്ന ഭയത്തിലാണ് ജനങ്ങൾ ഉള്ളതെന്ന് ജോർദാൻ ഭരണകൂടം പറയുന്നു. അമേരിക്കൻ സൈന്യത്തെ രാജ്യത്ത് നിന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖർ ഒപ്പിട്ട നിവേദനങ്ങൾ സർക്കാരിന് മുന്നിലെത്തിക്കഴിഞ്ഞു. മേഖലയിലെ ഇസ്രയേൽ നയങ്ങളും വിദേശ സൈനിക സാന്നിധ്യവും ഉയർത്തുന്ന ഇരട്ട ഭീഷണിയെ നയതന്ത്ര തലത്തിൽ മറികടക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഉള്ളതെന്നും ജോർദാൻ ഭരണകൂടം വാദിക്കുന്നു. ഇസ്രയേൽ കടന്നു കയറുകയാണെന്നും ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും അൽ-അഖ്സ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ ഏതൊരു നീക്കത്തെയും ശക്തമായി എതിർക്കുമെന്നുമാണ് ഇപ്പോൾ ജോർദാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രയേൽ വാദിക്കുന്നത് അൽ-അഖ്സ പള്ളി നിൽക്കുന്ന സ്ഥലം ഞങ്ങളുടെ പുണ്യഭൂമിയാണ് എന്നാണ്.
ഈ അല്ലക്സയുടെ പേരിലാണ്, ജെറുസലേമിന്റെ പേരിലാണ് കാലാകാലങ്ങളായി ഇസ്രയേലും ഹമാസും തമ്മിൽ കൊടിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഗാസ എന്ന ആ ഒരു സിറ്റി തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു പള്ളിയുടെ പേരിൽ. ലോകത്തെ ഏറ്റവും സംഘർഷഭരിതമായ പുണ്യസ്ഥലം അതാണ് കിഴക്കൻ ജെറുസലേമിലെ അല്ലക്സ പള്ളി. ഇസ്ലാം മതത്തിൽ ഹറം അൽ ഷരീഫ് എന്നും ജൂതമത വിശ്വാസികൾക്കിടയിൽ ടെമ്പിൾ മൗണ്ട് എന്നും അറിയപ്പെടുന്ന അല്ലക്സ ഇരു മതങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം കൂടിയാണ്. മതപരമായ പ്രാധാന്യം കൂടാതെ പലസ്തീൻ ജനതയുടെ സംസ്കാരത്തിന്റെയും ദേശീയതയുടെയും പ്രതീകം കൂടിയാണ് അല്ലക്സ. പള്ളി പൊളിച്ച് അവിടെ പുതിയൊരു ജൂത ക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് തീവ്ര സയണിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. ക്രിസ്തീയ, ഇസ്ലാം, യഹൂദമത വിശ്വാസികൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ട വിശുദ്ധ നഗരമാണ് ജെറുസലേം. മക്കയിലെ മസ്ജിദുൽ ഹറം, മദീനയിലെ മസ്ജിദുൽ നബവി എന്നിവ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വിശുദ്ധമായി കരുതുന്ന മൂന്നാമത്തെ പള്ളിയായി ജെറുസലേം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ അഖ്സ അറിയപ്പെടുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഒരു ആരാധനാ കേന്ദ്രമാണ് ഇവിടം. ഇറാൻ അതുകൊണ്ട് തന്നെയാണ് ആയുധം കൊടുത്ത് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതി വിമതരെയും ഒക്കെ ഇസ്രയേലിന് നേർക്ക് അയക്കുന്നതിന്റെ പ്രധാന കാരണവും ഈ പള്ളി തന്നെയാണ്. 35 ഏക്കർ സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ജൂതർക്കും ഇവിടം വിട്ടുപോകാൻ കഴിയില്ല. തീവ്ര ജൂതപക്ഷക്കാർ ഈ പള്ളി പിടിച്ചെടുക്കണമെന്ന് പതിറ്റാണ്ടുകളായി ആവശ്യം മുന്നോട്ട് വെക്കുന്നതാണ്. 1967 അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് പഴയ നഗരം ഉൾപ്പെടെയുള്ള കിഴക്കൻ ജെറുസലേം ഇസ്രയേൽ പിടിച്ചെടുക്കുകയും അവ ഏകീകരിക്കുകയും ചെയ്തു. പിന്നീട് ഏകീകൃത ജെറുസലേമിനെ ഇസ്രയേൽ തങ്ങളുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചുവെങ്കിലും ആ നീക്കത്തിന് അന്തർദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ചില്ല. പതിറ്റാണ്ടുകളായി അല്ലക്സ പള്ളിയുടെ ഭരണ നിർവഹണം നടത്തുന്ന ജോർദാൻ ധനസഹായം നൽകുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വഖഫ് എന്ന ഇസ്ലാമിക ട്രസ്റ്റ് തന്നെ തുടർന്നും പള്ളിയുടെ നിയന്ത്രണം നടത്തിവരുന്നു. 1994 ഇസ്രയേൽ ജോർദാനുമായി ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി പ്രകാരമുള്ള ഒരു പ്രത്യേക ക്രമീകരണത്തിലൂടെയാണ് വഖഫ് ഭരണം നടത്തുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷാ സേന പള്ളിയുടെ ഭൂമിയിൽ അവരുടെ സാന്നിധ്യവും നിലനിർത്തുന്നു. വഖഫുമായുള്ള ഏകോപനത്തിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. മേൽ സൂചിപ്പിച്ച പ്രത്യേക ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദർക്കും ക്രൈസ്തവർക്കും പള്ളി സന്ദർശിക്കാമെങ്കിലും മുസ്ലിങ്ങളെ പോലെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ടെമ്പിൾ മൗണ്ടിന് ചുറ്റുമുണ്ടായിരുന്ന വലിയ താങ്ങു മതിലിന്റെ അവശേഷിപ്പായ പടിഞ്ഞാറൻ മതിലിന് സമീപമുള്ള വിശുദ്ധമായ പീഠഭൂമിക്ക് തൊട്ട് താഴെ നിന്ന് യഹൂദർ പ്രാർത്ഥിക്കാറുണ്ട്. അമുസ്ലിങ്ങൾക്കെതിരെയുള്ള വിവേചനം എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന ഈ ക്രമീകരണത്തെ ചൊല്ലിയുണ്ടായ സംഘർഷം കാലക്രമേണ അക്രമാസക്തമായ നിലയിലേക്ക് വളരുകയും ഘോര യുദ്ധങ്ങളായി പരിണമിക്കുകയും ചെയ്തു. പള്ളിയുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിലെ ചില മതസംഘങ്ങൾ ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഇറ്റാമിർ ബെൻഗോറിനെ പോലെയുള്ള തീവ്ര ജൂതർ ഈ പള്ളി വേണം എന്ന് കാലാകാലങ്ങളായി ആവശ്യം ഉന്നയിക്കുന്നതും ഇടയ്ക്കിടെ അവിടെ കയ്യേറി പ്രാർത്ഥന നടത്തുന്നതും.